വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 3-ാം ക്ലാസ്സിലെ പേപ്പർ ബോർഡ്സ് എന്ന ഇംഗ്ലീഷ് പാഠമാണ്. നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. ചാപ്റ്റർ 6 പേപ്പർ ബോർഡ്സ്. ലെറ്റ് us റീഡ്. നമുക്കൊന്ന് വായിക്കാം. ആദ്യം ഒന്ന് സാവധാനം വായിക്കാം, കേട്ടോ. മീന walked towards the stream. എന്ത് ചെയ്തു? മീന walked towards the stream near bamboo bridge. Near the bamboo bridge, she bent a little and put a paper boat in the water. It sailed down the stream swiftly. Meena was delighted. She went on putting several paper boats in the stream. നമുക്ക് അതൊന്നുകൂടെ വായിക്കാം. മീന walked towards the stream. മീന എങ്ങോട്ടേക്കാണ് നടന്നതെന്നറിയാമോ? ഷീ walked towards the stream. അരുവിയുടെ അടുത്തേക്കാണ് നടന്നത്. സ്ട്രീമിന് ബ്രൂക്ക് എന്നൊരു പേരുണ്ട്. BROOK. ബ്രൂക്ക് മീൻസ് സ്ട്രീം തന്നെയാണ്. അരുവി. എന്താ അരുവി? വെള്ളം ഒഴുകുന്ന ചെറിയ തോടുകളാണ്. അവ കൂടുതലായിട്ടും കാണുന്നത് മലമ്പ്രദേശങ്ങളിലാണ്. മീന walked towards the stream. മീന അരുവിയുടെ നേരെ നടന്നു. നിയർ ദ ബാംബു ബ്രിഡ്ജ്. എങ്ങോട്ടാണ് പോയത്? സ്ട്രീമിൻ്റെ അടുക്ക് ഒരു ബാംബു ബ്രിഡ്ജ് ഉണ്ട്, അങ്ങോട്ടേക്കാണ് പോയത്. ബാംബു മീൻസ് മുള. ഏറ്റവും വലിയ പുല്ലാണ് മുള. പുല്ലിൻ്റെ വർഗത്തിൽപ്പെട്ടതാണ്. ഏറ്റവും വേഗം വളരുന്ന ഒന്നാണ് ബാംബു. ബാംബു ഒരുതരം ഗ്രാസാണ്. വലിയ ജൈജാൻറ്റിക് സൈസാണെന്നേ ഉള്ളൂ, വലിയ വലുതാണ്. അപ്പോൾ മീന എങ്ങോട്ടേക്ക് പോയി? ബാംബു ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോയി. ബാംബു കൊണ്ട് മുള വെട്ടി ഉണ്ടാക്കിയിട്ടുള്ള ബ്രിഡ്ജുണ്ട് ഈ അരുവി കിടക്കാനായിട്ട്. അതിൻ്റെ അടുത്തോട്ടാണ് പോയത്. നമുക്കൊന്നുകൂടെ വായിക്കാം. മീന walked towards the stream near the bamboo bridge. മുള കൊണ്ട് ഉള്ള പാലത്തിനടുത്തേക്കാണ് പോയത്, അല്ലേ? ആ മുള കൊണ്ടുള്ള പാലം അരുവിക്ക് മുകളിലൂടെ ആയിരിക്കണം. ഷീ bent a little. അവൾ അല്പം കുനിഞ്ഞു. എന്നിട്ടോ? ഷീ bent a little. അവൾ അല്പം കുനിഞ്ഞു. ആൻഡ് put a paper boat in the water. ആൻഡ് put a paper boat in the water. വെള്ളത്തിലേക്ക് ഒരു പേപ്പർ ബോട്ട് അങ്ങിട്ടു. ഷീ put a paper boat in the water. വെള്ളത്തിലേക്ക് അവളൊരു പേപ്പർ ബോട്ട് വെച്ചു. ഇറ്റ് sailed down the stream swiftly. ഇറ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇറ്റ് പേപ്പർ ബോട്ടിനെയാണ്. ഇറ്റ് സെയിൽഡ് ഡൗൺ, അതായത് പേപ്പർ ബോട്ട് സെയിൽഡ് ഡൗൺ. ഇറ്റ് സെയിൽഡ് ഡൗൺ, അത് താഴേക്ക് ഒഴുകിപ്പോയി. സെയിൽഡ് ഡൗൺ, സെയിൽ എന്ന് വെച്ചാൽ നാവിഗേറ്റ് എന്നാണ്. ഇവിടെ അത് ഒഴുകിപ്പോവുകയാണ്. ഇറ്റ് സെയിൽഡ് ഡൗൺ ദ സ്ട്രീം സെഫ്റ്റ്ലി. വളരെ വേഗത്തിൽ അത് താഴേക്ക് അങ്ങ് ഒഴുകിപ്പോയി. നമുക്കറിയാമല്ലോ, ഒഴുകുന്ന വെള്ളത്തിലോട്ട് പേപ്പർ ബോട്ട് ഇട്ട് കഴിയുമ്പോൾ അതങ്ങ് വേഗത്തിൽ ഓടിപ്പോവില്ലേ? നിങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ അതൊക്കെ. മീന വാസ് ഡിലൈറ്റഡ്. മീനയ്ക്ക് വലിയ സന്തോഷം തോന്നി. മീന വാസ് ഡിലൈറ്റഡ്. അവൾക്ക് വലിയ സന്തോഷം തോന്നി. ഷീ വാസ് എമ്യൂസ്ഡ്. ഡിലൈറ്റഡ് നമുക്ക് എമ്യൂസ്ഡ് എന്നും പറയാം, കേട്ടോ. AMUSED, എമ്യൂസ്ഡ്. ഷീ വെൻറ്റ് ഓൺ പുട്ടിങ് സെവറൽ പേപ്പർ ബോട്ട്സ് ഇൻ ദ സ്ട്രീം. അവളെന്ത് ചെയ്തു? ഷീ വെൻറ്റ് ഓൺ പുട്ടിങ് സെവറൽ പേപ്പർ ബോട്ട്സ്. അവളിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. എന്താ ഇത്? ഒത്തിരി പേപ്പർ ബോട്ട് ഉണ്ട് അവൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം ഓരോന്നോരോന്ന് വിധച്ച് അങ്ങോട്ട് ഇട്ടു, വെള്ളത്തിലോട്ടിട്ടു. ഷീ വെൻറ്റ് ഓൺ പുട്ടിങ് സെവറൽ പേപ്പർ ബോട്ട്സ് ഇൻ ദ സ്ട്രീം. വീട്ടിൽ നിന്ന് അതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുക. സ്ട്രീമിലേക്ക് ഓരോ പേപ്പർ ബോട്ടുകളിങ്ങനെ ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്തു. ആസ് ദ ബോട്ട്സ് ഫ്ലോട്ടഡ് ഡൗൺ ദ സ്ട്രീം. ആസ് ദ ബോട്ട് ഫ്ലോട്ടഡ് ഡൗൺ ദ സ്ട്രീം ഷീ സോ a naughty boy pushing the boats into the water. Meena stared at the boy angrily. He did not care for Meena's angry face. She shouted, "Stop!" but the boy did not stop. നമുക്കതൊന്നുകൂടെ വായിക്കാം. As the boats flowed down the stream. ഈ സ്ട്രീമിൽ കൂടെ ഇങ്ങനെ കപ്പലിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോവുക. ആസ് ദ ബോട്ട്സ് ഫ്ലോട്ടഡ് ഡൗൺ ദ സ്ട്രീം. അരുവിയിലൂടെ ബോട്ടുകൾ ഒഴുകിച്ചെന്നപ്പോൾ, അല്ല ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ. He saw a naughty boy pushing the boats into the water. She saw a naughty boy. അവളൊരു
കുസൃതിയായ ചെറുക്കനെ കണ്ടു. നോട്ടി ബോയിയെ കണ്ടു. പുഷിങ് ദ ബോട്ട്സ് ഇൻ ടു ദി വാട്ടർ. അവനെന്താ ചെയ്യുന്നത്? ഈ ബോട്ടൊക്കെ വെള്ളത്തിലേക്ക് തള്ളി താഴ്ത്തുകയാണ്. പുഷിങ് ദ ബോട്ട്സ് ഇൻ ടു ദ വാട്ടർ. മീന സ്റ്റേർഡ് അറ്റ് ദ ബോയ് ആംഗ്രിലി. മീന എന്ത് ചെയ്തു? ഷീ സ്റ്റേർഡ് അറ്റ് ദ ബോയ് ആംഗ്രിലി. മീന സൂക്ഷിച്ച് നോക്കി. അറ്റ് ദ ബോയ്, ആ ആൺകുട്ടിയെ. എങ്ങനെയാണ് നോക്കിയത്? ചുമ്മാ നോക്കുമായിരുന്നില്ല, ആംഗ്രിലി, ദേഷ്യത്തോടെ നോക്കി. മീന സ്റ്റേർഡ് അറ്റ് ദ ബോയ് ആംഗ്രിലി. മീന ആ ആൺകുട്ടിയെ ദേഷ്യത്തോടെ നോക്കി. ഹി ഡിഡ് നോട്ട് കെയർ ഫോർ മീനാസ് ആംഗ്രി ഫേസ്. അവനൊന്നും കെയർ ചെയ്തില്ല. ഹി ഡിഡ് നോട്ട് കെയർ. അവനത് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചു. അവനത് ശ്രദ്ധിച്ചില്ല. ദേഷ്യപ്പെടുക എന്തെങ്കിലും ചെയ്തോട്ടെ. ഹി ഡിഡ് നോട്ട് കെയർ. അവനതങ്ങോട്ട് വിലയ്ക്ക് കാര്യമായിട്ട് എടുത്തില്ല. അതങ്ങൊന്ന് വില വെച്ചില്ല. ഹി ഡിഡ് നോട്ട് കെയർ ഫോർ മീനാസ് ആംഗ്രി ഫേസ്. ഷീ ഷൗട്ടഡ്. അവൾ ഒച്ച ഉണ്ടാക്കി കേട്ടോ. സ്റ്റോപ്പ്, സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. നിർത്തുന്നു പറഞ്ഞു അല്ലേ. ബട്ട് ദ ബോയ് ഡിഡ് നോട്ട് സ്റ്റോപ്പ്. പക്ഷേ അവൻ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുമോ? ഇല്ല. അവനതെല്ലാം ഒഴുകി വരുന്ന കപ്പലിങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുകയാണ്, വെള്ളത്തിലേക്ക് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈ ആർ യു ഓവർ ടേണിങ് ദ പേപ്പർ ബോട്ട്സ്. എന്തിനാ നീ ആ പേപ്പർ ബോട്ടുകൾ മറിച്ച് കളയുന്നതെന്ന് ചോദിച്ചു. മീന ആസ്റ്റ് ആംഗ്രിലി. ദേഷ്യത്തോടെ ചോദിച്ചു. നീ എന്തിനാ കപ്പൽ വരുന്നതിനെ കുത്തിമറിക്കുന്നത്, വെള്ളത്തിലേക്ക് താഴ്ത്തുന്നത് എന്ന് ചോദിച്ചാണ് അല്ലേ. ബിക്കോസ് ഇറ്റ് ഈസ് ഫൺ. കാരണം അതൊരു രസമല്ലേ. റിപ്ലൈഡ് ദ ബോയ്. ബോയ് റിപ്ലൈ ചെയ്തു, അതൊരു രസമല്ലേ, അതൊരു രസമാണെന്ന് പറഞ്ഞ്. ബിക്കോസ് ഇറ്റ് ഈസ് ഫൺ. അത് രസമാണ്. ഇറ്റ് മേ ബി ഫൺ ഫോർ യു. ഓ, അത് നിനക്ക് രസമായിരിക്കാം. ബട്ട് ദോസ് ആർ മൈ പേപ്പർ ബോട്ട്സ്. പക്ഷേ അതെൻ്റെ പേപ്പർ ബോട്ടാണ്. റിപ്ലൈഡ് മീന. മീന മറുപടി പറഞ്ഞു. സോ യു ജസ്റ്റ് സ്റ്റോപ്പ് ഓവർ ടേണിങ് മൈ ബോട്ട്സ്. അതുകൊണ്ട് നീ എൻ്റെ ബോട്ട് ഇനി മറിക്കില്ല, എൻ്റെ ബോട്ടുകൾ ഇനി മറിക്കരുതെന്ന് പറഞ്ഞു. ദ ബോയ് തോട്ട് ഫോർ എ മിനിറ്റ്. അവൻ ആലോചിച്ചു. ഒരു മിനിറ്റ് അവൻ ആലോചിച്ചു. എന്നിട്ടോ ആൻസർഡ്. എന്നിട്ട് പറഞ്ഞു, ഐ വിൽ നോട്ട് ഡു ഇറ്റ് അഗെയിൻ. ഞാനിനി കുത്തിമറിക്കില്ല. ഐ വിൽ നോട്ട് ഡു ഇറ്റ് അഗെയിൻ. ഞാനിനി ഇത് ചെയ്യില്ല. ബട്ട് ഐ ഓൾസോ വോണ്ട് ടു പ്ലേ. പക്ഷേ എനിക്കും കളിക്കണേ. ബട്ട് ഐ ഓൾസോ വോണ്ട് ടു പ്ലേ. ക്യാൻ യു ഹെൽപ്പ് മീ. നീ എന്നെ സഹായിക്കാമോ എന്ന് ചോദിച്ചു. മീന സെഡ്, ഐ ഹാവ് ഇനഫ് പേപ്പർ. എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പേപ്പറുണ്ട്. യു ക്യാൻ മേക്ക് ബോട്ട്സ് ഫോർ യുവേഴ്സ് സെൽഫ്. ദ പേപ്പറൊക്കെ നീ തന്നെത്താൻ കപ്പലുണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞു, ബോട്ട് ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞു. മീന സെഡ്, ഐ ഹാവ് ഇനഫ് പേപ്പർ. യു ക്യാൻ മേക്ക് ബോട്ട്സ് ഫോർ യുവേഴ്സ് സെൽഫ്. നിനക്ക് വേണ്ടി നീ തന്നെ ബോട്ട് ഉണ്ടാക്കി കടലാഷ്ടം പോലെ തരാമെന്ന് പറഞ്ഞു ഇല്ലേ. അപ്പോൾ നമുക്കൊന്നുകൂടെ വായിക്കാം. വൈ ആർ യു ഓവർ ടേണിങ് ദ പേപ്പർ ബോട്ട്സ്. നീ എന്തിനാണ് ഈ പേപ്പർ ബോട്ട്സിനൊക്കെ മറിച്ച് കളയുന്നത്? മീന ആസ്റ്റ് ആംഗ്രിലി. മീന ദേഷ്യത്തോടെ ചോദിച്ചു. ബിക്കോസ് ഇറ്റ് ഈസ് ഫൺ. കാരണം അതൊരു രസമാണ്. റിപ്ലൈഡ് ദ ബോയ്. ആ ബോയ് മറുപടി പറഞ്ഞു. ഇറ്റ് മേ ബി ഫൺ ഫോർ യു. ഇത് നിനക്ക് തമാശ ആയിരിക്കാം. ഫൺ മീൻസ് തമാശ. ബട്ട് ദോസ് ആർ മൈ പേപ്പർ ബോട്ട്സ്. പക്ഷേ അതൊക്കെ എൻ്റെ പേപ്പർ ബോട്ടുകളാണ്. സെഡ് മീന. മീന പറഞ്ഞു. സോ യു ജസ്റ്റ് സ്റ്റോപ്പ് ഓവർ ടേണിങ് മൈ ബോട്ട്സ്. അതുകൊണ്ട് നീ ഇനി ആ പേപ്പർ ബോട്ടുകൾ മറിക്കണ്ട കേട്ടോ. ദ ബോയ് തോട്ട് ഫോർ എ മിനിറ്റ്. അവനൊരു നിമിഷം ചിന്തിച്ചു. ആൻസർഡ്. എന്നിട്ട് പറഞ്ഞു, ഐ വിൽ നോട്ട് ഡു ഇറ്റ് അഗെയിൻ. ഞാൻ ഇനി അങ്ങനെ ചെയ്തില്ല കേട്ടോ. ബട്ട് ഐ ഓൾസോ വോണ്ട് ടു പ്ലേ. പക്ഷേ എനിക്കും കളിക്കണം. ക്യാൻ യു ഹെൽപ്പ് മീ. എന്നെ സഹായിക്കാമോ? അപ്പോൾ എന്നായിരിക്കും? എനിക്കൂടെ ബോട്ടുണ്ടാക്കി തരാനായിരിക്കും. അതാ ഉദ്ദേശം. മീന സെഡ്, ഐ ഹാവ് ഇനഫ് പേപ്പർ. മീന പറഞ്ഞു, എൻ്റെ ഇത്ര ഇഷ്ടം പോലെ പേപ്പറുണ്ട്. യു ക്യാൻ മേക്ക് ബോട്ട്സ് ഫോർ യുവേഴ്സ് സെൽഫ്. നിനക്ക് സ്വയം പേപ്പർ കൊണ്ട് ബോട്ടുണ്ടാക്കാം. യു ക്യാൻ മേക്ക് ബോട്ട്സ് ഫോർ യുവേഴ്സ് സെൽഫ്. നിനക്ക് സ്വയം പേപ്പർ ഉണ്ടാക്കാം നിനക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. നിനക്ക് വേണ്ടി സ്വന്തമായിട്ട് പേപ്പർ ബോട്ട് നീ ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു. മനസ്സിലായോ? ദി ബോയ് ആൻസർഡ്. അവൻ മറുപടി പറഞ്ഞു. എന്താവും മറുപടി എന്ന് നോക്കാം. ഐ ഡോണ്ട് നോ ഹൗ ടു ഫോൾഡ് ദ പേപ്പർ ടു മേക്ക് ബോട്ട്സ്. അതൊരു കാര്യമാണ് അല്ലേ. പേപ്പർ ബോട്ട് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ കടലാസ് അതനുസരിച്ച് മടക്കാൻ പഠിച്ചിരിക്കണം. അപ്പോൾ അവൻ പറഞ്ഞു, ഐ ഡോണ്ട് നോ. എനിക്കറിയില്ല. ടു ഫോൾഡ് ദ പേപ്പർ ടു മേക്ക് ബോട്ട് ഉണ്ടാക്കാൻ പേപ്പർ ഫോൾഡ് ചെയ്യാൻ എനിക്കറിയില്ലെന്ന് പറഞ്ഞു. മീന സെഡ്. മീന പറഞ്ഞു, ദാറ്റ് ഈസ് ഈസി. അത് എളുപ്പം കേട്ടോ. ഐ വിൽ ഹെൽപ്പ് യു. ഞാൻ നിന്നെ സഹായിക്കാം. ഷീ ഷോഡ് ഹിം ഹൗ ടു മേക്ക് ദ ബോട്ട്സ്.
ബോട്ട് ഉണ്ടാക്കുന്ന വിധം മീന അവന് കാണിച്ചു കൊടുത്തു. മീന ടുക്ക് ഔട്ട് കളേർഡ് പേപ്പർ ഓഫ് ഡിഫറെൻറ്റ് സൈസസ്. മീനയുടെ കുറച്ച് നല്ല കളർഫുൾ പേപ്പറൊക്കെ ഉണ്ട്. മീന ടുക്ക് ഔട്ട് കളേർഡ് പേപ്പർ ഓഫ് ഡിഫറെൻറ്റ് സൈസസ്. പല വലിപ്പത്തിലുള്ള പല നിറത്തിലുള്ള പേപ്പറുകളെടുത്തു. ഷീ ഷോഡ് ദ ബോയ്. അവൾ ആൺകുട്ടിയെ കാണിച്ചു കൊടുത്തു ഹൗ ടു ഫോൾഡ്, എങ്ങനെയാണ് മടക്കേണ്ടതെന്ന്. ആൻഡ് റീഫോൾഡ് ദ പേപ്പർ. ഒന്ന് ഫോൾഡ് ചെയ്യും പിന്നെ ഫോൾഡ് ചെയ്യും, അത് റീഫോൾഡിങ്. വീണ്ടും മടക്കേണ്ടത്, അത് റീഫോൾഡ് എന്ന് പറഞ്ഞാൽ. ഹൗ ടു ഫോൾഡ് ആൻഡ് റീഫോൾഡ് ദ പേപ്പർ ടു മേക്ക് എ ബോട്ട്. ബോട്ട് കടലാസ് മടക്കി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ കാണിച്ചു കൊടുത്തു. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അല്ലയോ കടലാസ് കൊണ്ട് ബോട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. അത് അവന് കാണിച്ചു കൊടുത്തു. ദ ബോയ് വാച്ച്ഡ് കെയർഫുള്ളി. അവൻ ശ്രദ്ധയോടെ നോക്കി. ദ ബോയ് വാച്ച് കെയർഫുള്ളി. അവൻ വളരെ കെയർഫുള്ളായിട്ട് നോക്കി കേട്ടോ, വളരെ സൂക്ഷ്മതയോടെ നോക്കി. ദെൻ ഹീ ടുക്ക് എ പീസ് ഓഫ് പേപ്പർ. അവൻ ഒരു പീസ് പേപ്പർ എടുത്തു. ആൻഡ് സ്റ്റാർട്ടഡ് ടു മേക്ക് എ പേപ്പർ ബോട്ട്. എന്നിട്ട് പേപ്പർ ബോട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. സൂൺ എ ഫ്യൂ ബോട്ട്സ് വർ റെഡി. അവൻ പെട്ടെന്ന് പഠിച്ചു. പെട്ടെന്ന് തന്നെ കുറേ ബോട്ടുകൾ ഉണ്ടായി, റെഡിയായി. മീന ജെൻലി പുട്ട് ഹെർ ബോട്ട്സ് ഇൻ ദ സ്ട്രീം. മീന വളരെ സോഫ്റ്റായിട്ട് ജെൻറ്റിലായിട്ട് വളരെ ഇതായിട്ട് വലിച്ചും കറിയുമല്ലോ, സാവധാനം കൊണ്ടുവന്ന് വെക്കുക. മീന ജെൻലി പുട്ട് ഹെർ ബോട്ട്സ് ഇൻ ദ സ്ട്രീം. സാവധാനം ആ ബോട്ട്സ് സ്ട്രീമിലേക്ക് വെച്ചു, അരുവിയിലേക്ക് വെച്ചു. ദ ബോയ് പുട്ട് ദ ബോട്ട്സ് ഇൻ ദ സ്ട്രീം ടു. ആൺകുട്ടിയും ഇതുപോലെ അരുവിയിലേക്ക് ബോട്ട് വെച്ചു. ദ ബോട്ട്സ് സെയിൽഡ് ഡൗൺ ദ സ്ട്രീം. അതോടെ ആ ഒഴുകുന്ന വെള്ളത്തിലൂടെ താഴേക്ക് സെയിൽ ചെയ്തു പോയി, ഒഴുകി അങ്ങ് പോയി. ബോത്ത് എൻജോയ്ഡ് വാച്ചിങ് ദ ബോട്ട്സ്. രണ്ടുപേരും ബോട്ട് ഒഴുകി പോകുന്നത് കണ്ട് സന്തോഷിച്ചു. ഇതിൽ കുറച്ച് ന്യൂ വേർഡ്സ് കൊടുത്തിട്ടുണ്ടേ. ഡിലൈറ്റഡ്, സെവറൽ, ഓവർ ടേണിങ്, സ്ട്രീം ആൻഡ് വാച്ച്. അപ്പം നമുക്കതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. വേറെ കുറച്ച് അർത്ഥങ്ങളൊക്കെ ഇല്ല, അതൊക്കെ നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞില്ലേ, സ്ട്രീം എന്ന് പറഞ്ഞാൽ അരുവിയാണ്. ബ്രൂക്ക് എന്നും പറയുക, BROOK, ബ്രൂക്ക്, BROOK, ബ്രൂക്ക്. ബ്രൂക്ക് മീൻസ് അരുവി, ബ്രൂക്ക് മീൻസ് സ്ട്രീം. ദെൻ ബാംബു. ബാംബു എന്ന് പറഞ്ഞാൽ മുളയാണ്. അത് പുല്ലിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. അത് വലിയ വലിപ്പത്തിൽ വളരും, ജൈജാൻറ്റിക് സൈസാണ്. മുള നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം ബാംബു മുളയാണ്. സെയിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളത്തിലൂടെ കപ്പലൊക്കെ സെയിൽ ചെയ്ത് പോകുന്നത്, നാവിഗേറ്റഡ് എന്നും പറയാം. സെയിൽഡ് വെള്ളത്തിൽ കൂടെ ഒഴുകി പോവുക. സ്വിഫ്റ്റ്ലി മീൻസ് വേഗത്തിലാണ്. സ്വിഫ്റ്റ്ലി മീൻസ് നല്ല വേഗത്തിൽ പോകുന്നത്, നമ്മൾ സ്വിഫ്റ്റായിട്ട് പോകുന്നത്. സ്വിഫ്റ്റ്ലി മീൻസ് വേഗത്തിൽ. ഡിലൈറ്റഡ് മീൻസ് സന്തോഷിച്ചു. ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷിച്ചു. എമ്യൂസ്ഡ് എന്നും പറയാം കേട്ടോ, എമ്യൂസ്ഡ്. പിന്നെയോ സ്ട്രീം നമ്മൾ പറഞ്ഞ അരുവിയാണ്. നോട്ടി എന്ന് പറഞ്ഞാൽ കുസൃതിയായവനാണ്, നോട്ടി. സ്റ്റേഡ് സൂക്ഷിച്ച് നോക്കി, സ്റ്റേഡ് സൂക്ഷിച്ച് നോക്കി. ഓവർ ടേണിങ് മറിച്ച് കളയുക. സെവറൽ എന്ന് പറഞ്ഞാൽ വളരെയധികം. വാച്ച് മീൻസ് നിരീക്ഷിച്ചു. വാച്ച് മീൻസ് നോക്കിയെന്ന്, നമ്മൾ നിരീക്ഷിക്കുന്നില്ലേ, അതിനാ വാച്ചർ എന്ന് പറയുന്നത് കേട്ടോ. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഞാൻ എടുത്ത ഈ ക്ലാസ് അതിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.